നമസ്കാരം, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇതിൽ വണ്ടിയിലെ കുറച്ച് പാർട്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സാധനം ഇതിനാണ് പറയുന്നത് സൺ വൈസർ എന്ന്. ഇപ്പോൾ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ കണ്ണിലേക്ക് തട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കോ പാസഞ്ചർ സൈഡ്, ഇത് ഡ്രൈവർ സൈഡ്. ഡ്രൈവറിൻ്റെ മുകളിലുള്ളതിനാണ് ഡ്രൈവർ സൈഡ് എന്ന് പറയുന്നത്. പാസഞ്ചറിൻ്റെ അവിടെ ഉള്ളതിനാണ് കോ പാസഞ്ചർ സൈഡ് എന്ന് പറയുന്നത്, സൺവൈസർ. പിന്നെ ഇതിനകത്തൊരു മിറർ കാണും. അപ്പോൾ ഈ മിററിനാണ് വാനിറ്റി മിറർ എന്ന് പറയുന്നത്. ഈ ഹൈ എൻഡ് മോഡലിലാണെങ്കിൽ ഇങ്ങനെ ലിഡ് പോലെ തുറക്കുമ്പോഴതിനകത്ത് ലൈറ്റ് പോലെ കത്തും. അപ്പോൾ അതൊക്കെ ഹൈ എൻഡ് മോഡലിലായിരിക്കും. അപ്പം ആദ്യം തന്നെ ഇത് സൺവൈസർ, അതിനകത്തുള്ളത് വാനിറ്റി മിറർ. പിന്നെ ഈ ലൈറ്റ് ഇതിന് പറയുന്നത് റീഡിംഗ് ലൈറ്റ് എന്നാണ്. റീഡിംഗ് ലൈറ്റിനാണ് ഇതിന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, റിയർ വ്യൂ മിറർ. ഇതിനാണ് പറയുന്നത് റിയർ വ്യൂ മിറർ എന്ന്. ഇപ്പോൾ ഹൈ എൻഡ് മോഡലിൽ പറഞ്ഞ പോലെ ഓട്ടോ ഡിമ്മിങ് ആയിരിക്കും. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന രാത്രിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ആയിട്ട് അടിക്കില്ല, സാധാരണ പോലത്തേതും കാണും. അത് റിയർ വ്യൂ മിറർ. അടുത്തത് എ സിയെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു മാനുവൽ എ സി ആണ്. ചില വണ്ടിയിലൊക്കെ ഓട്ടോമാറ്റിക് എ സി ആയിരിക്കും. ഇത് മാനുവൽ എ സിയുടെ കൺട്രോളാണ്. അപ്പോൾ ബ്ലൂ അവിടോട്ട് നോബ് ഇരിക്കുന്നതെങ്കിൽ ഹയസ്റ്റ് കൂളിംഗ് ആയിരിക്കും. പിന്നെ ഇത് ഫാൻ അല്ലെങ്കിൽ ബ്ലോവറിൻ്റെ കൺട്രോളിങ് നോബാണ്. ഇപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് സ്പീഡ്, 1 2 3 4 ഒക്കെ ഹയസ്റ്റ് സ്പീഡായിരിക്കും. ബ്ലോവറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള നോബാണ് അത്. പിന്നെ അടുത്തത് ഈ ബ്ലോവറിൻ്റെ എയർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ് ഇത്. ഇതിപ്പോൾ നിങ്ങൾക്ക് പല ഭാഗത്തോട്ട് തിരിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡയഗ്രാം, ഈ പടം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ മേളത്തേക്ക് വെക്കുവാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് എയർ വരും. അതുപോലെ അടിയിലത്തേതാണെങ്കിൽ കാലിൻ്റെ അവിടോട്ട് എയർ ഫ്ലോ ആവും, അതായത് എയർ ഓടും. അപ്പം ഈ ഡയഗ്രാം അനുസരിച്ച് നിങ്ങൾക്കതിന് എങ്ങോട്ടാണ് എയർ വേണ്ടത്, മുഖത്തോട്ടാണോ ഡയറക്റ്റ് മുഖത്തോട്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതാണ് എ സിയുടെ സ്വിച്ചസ്. ഇതും ആ സൈഡിൽ കാണുന്ന എ സി ഓൺ ചെയ്യാവുന്നുള്ള സ്വിച്ച്. പിന്നെ ഇത് റീസർക്കുലേഷൻ മോഡിൽ. അപ്പോൾ റീസർക്കുലേഷൻ മോഡ് നിങ്ങൾ എന്തുവാണെങ്കിൽ വണ്ടിക്കകത്തുള്ള കാറ്റിനെ തന്നെ കറക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റീസർക്കുലേഷൻ മോഡ് ഓഫ് ആണെങ്കിൽ വെളിയിൽ നിന്നുള്ള കാറ്റിനെ എടുത്ത് തണുപ്പിക്കും എയർ കണ്ടീഷണർ. പിന്നെ ഇതെല്ലാം എ സിയുടെ വെൻസ് ആണ്. എ സി വെൻസ് ആണ് പല സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിനെ എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ, എയർ ഫ്ലോ എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം എ സി വെൻസ് ആണ്. പിന്നെ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതെല്ലാം എ സി വെൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ അടുത്ത പാർട്ടെന്ന് പറഞ്ഞാൽ ഇത് ഈ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാവുന്ന, ഹെഡ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ്. ഇപ്പോൾ ഫോഗ് ലാമ്പ് ഉണ്ടെങ്കിൽ അതിനെ ഓൺ ചെയ്യാം, ആ സ്വിച്ചാണ്. പിന്നെ അടുത്തതാണ് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച്. ഹെഡ്ലൈറ്റിൻ്റെ നിങ്ങൾക്കിപ്പോൾ താഴോട്ടാണോ മുകളിലോട്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇപ്പോൾ ഇതിനകത്തിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാനുവലിനനുസരിച്ചെന്ന് പറഞ്ഞാൽ മൈനസ് ആകുമ്പോൾ ജസ്റ്റ് പാസഞ്ചറും ഒരാളും കൂടെ ഉള്ളെങ്കിൽ നെഗറ്റീവ് ഡാഷിൻ്റെ അവിടെ വെക്കണം, കൂടുതൽ ലോഡ് ഉണ്ടെങ്കിൽ വണ്ണിൻ്റെ അവിടെ വെക്കണം. അങ്ങനെ പല സെറ്റിങ്സാണ് ഇത് വണ്ടിയുടെ. പിന്നെ അടുത്തത് ഇതാണ് നിങ്ങളുടെ ഇൻഡിക്കേറ്റർ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ് ഇത്. അപ്പോൾ നിങ്ങളിതിനെ മുകളിലോട്ട് തിരിക്കുകയാണെങ്കിൽ, മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഓൺ ആവും. പിന്നെ അതുപോലെ തന്നെ ഇതിനെ താഴോട്ടാക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഓൺ ആവും. പിന്നെ ഇതിനെ മുകളിലോട്ടൊന്ന് നിങ്ങൾ പുഷ് ചെയ്യുവാണെങ്കിൽ ഹൈ ബീം ഓൺ ആവും. ഇപ്പോൾ ഹൈ ബീം ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കൺസോളിൽ തന്നെ നിങ്ങൾക്കൊരു ബ്ലൂ കളർ ആയിട്ട് ഓണായിട്ട് കാണാം. ഈ ബ്ലൂ കളർ, അതായത് ഹൈ ബീം ഓൺ ആണ്. അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾ. ഇനി അടുത്തതെന്ന് പറയുന്നത് വൈപ്പർ കൺട്രോളാണ്. ഈ വൈപ്പറിൻ്റെ ഡിഫറെൻറ്റ് മോഡ്, ഹൈ സ്പീഡ്, അതൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ വണ്ടിയിൽ ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം മാരുതി അങ്ങനെ ചില വണ്ടിയിലൊക്കെ ഇത് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും, അതായത് റൈറ്റ് സൈഡിലായിരിക്കും നിങ്ങളുടെ ഇൻഡിക്കേറ്റർ കൺട്രോൾ, ലെഫ്റ്റ് സൈഡിലായിരിക്കും നിങ്ങളുടെ വൈപ്പർ കൺട്രോൾ. ഈ വണ്ടിയിൽ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓരോ വണ്ടിയുടെ മോഡൽ മാനുഫാക്ചറിന് അനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിൻസ്ക്രീനിൽ പൊടിയുണ്ട്. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യണമെങ്കിൽ മേളിലോട്ടൊന്ന് പ്രസ് ചെയ്താൽ വിൻസ്ക്രീൻ വാഷർ ഫ്ലൂയിഡ് വന്ന് വീഴും. എന്നിട്ടിത് വൈപ്പർ അതിനെ ക്ലീൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഡ്രൈ ആയിട്ട് പൊടി പിടിച്ചിരിക്കുമ്പോൾ ഇതിനെ ഓൺ ചെയ്താൽ സ്ക്രാച്ച് പോലൊക്കെ നിങ്ങളുടെ വിൻഷീൽഡിൽ വീഴും. അപ്പോൾ ഇതിനെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ വൈപ്പർ ഫ്ലൂയിഡ് ഓൺ ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതായിരുന്നു വൈപ്പർ കൺട്രോൾ.
ഇനി അടുത്തത് ഹാൻഡ് ബ്രേക്കാണ്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്, മേളിലോട്ടാണെങ്കിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്, അതായത് ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഈ മണ്ടയ്ക്ക് നോബിനെ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് താഴോട്ടാക്കുക. ഈ ലിവറിനെ താഴോട്ടാക്കുമ്പോൾ ഇപ്പം ഹാൻഡ് ബ്രേക്കിൽ നിന്ന് വണ്ടി വിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓഫാണ്, അതായത് വീണിരിക്കുകയല്ല. വീണ്ടും ഹാൻഡ് ബ്രേക്ക് ഇടണമെങ്കിൽ അതിനെ മേളിലോട്ട് പുഷ് ചെയ്യേണ്ടതാണ്. അതാണ് ഹാൻഡ് ബ്രേക്ക് കൺട്രോൾ. പിന്നെ അടുത്തായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗിയർ നോബ്. കുറിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗിയർ നോബിനെ കുറിച്ച്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ പവർ വിൻഡോയുടെ സ്വിച്ച്. ഇപ്പോൾ പവർ വിൻഡോസ് ആണെങ്കിൽ പവർ വിൻഡോസിൻ്റെ സ്വിച്ച് കാണും, മേളിലോട്ട് താഴോട്ട് ആക്കണമെങ്കിൽ അതിനനുസരിച്ച്. അല്ല ഇതിപ്പോൾ മാനുവൽ ആണെങ്കിൽ അവിടെ നോബ് പോലെ കാണും. പിന്നെ അടുത്തത് ഈ ORVM പില്ലേഴ്സിനെ കുറിച്ച് പറയാം. ഈ ഡ്രൈവറിൻ്റെ അവിടെ ഉള്ളതിനാണ് എ പില്ലർ എന്ന് പറയുന്നത്, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഈ സീറ്റ്, ഡ്രൈവർ സീറ്റിൻ്റെ ഏകദേശം ആ ഭാഗത്തായിട്ട് വരുന്നതിനാണ് ബി പില്ലർ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ബാക്കിൽ കാണുന്നതിനാണ് സി പില്ലർ എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എ പില്ലർ, ബി പില്ലർ, സി പില്ലർ എന്നൊക്കെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ആ കാണുന്നതാണ് സി പില്ലർ. അപ്പം ഡ്രൈവറിൻ്റെ അവിടെ ഉള്ളത് എ പില്ലർ, പിന്നെ ഡ്രൈവറിൻ്റെ സീറ്റ്, അതായത് നടുക്കായിട്ട് വരുന്നത് ബി പില്ലർ, ലാസ്റ്റിൽ വരുന്നതാണ് സി പില്ലർ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും. പിന്നെ ഈ ഹാൻഡിലിന് പറയുന്നത് ഗ്രാബ് ഹാൻഡിൽ എന്നാണ്. സത്യത്തിൽ ഇത് SUV-ലൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഉപയോഗം. ഇപ്പോൾ ഓഫ് റോഡിങ്ങിലൊക്കെ SUV-ലൊക്കെ പോവുകയാണെങ്കിൽ ആൾക്കാർക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഇങ്ങനെ കൊടുക്കാറുണ്ട് ഗ്രാബ് ഹാൻഡിൽ. ചില ആൾക്കാർ പിടിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അതിന് പറയുന്നതാണ് ഗ്രാബ് ഹാൻഡിൽ എന്ന്. ഇനി അടുത്ത പാർട്ടിനെ കുറിച്ച് ഞാൻ പറയാം. അടുത്ത പാർട്ടെന്ന് പറഞ്ഞാൽ ഈ മിറർ. ഇപ്പോൾ ഇത് ORVM എന്നാണ് പറയുന്നത്, ഔട്ടർ റിയർ വ്യൂ മിറർ. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് ആണെങ്കിൽ, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മേളിൽ തന്നെ അല്ലെങ്കിൽ ഈ പവർ വിൻഡോയുടെ അവിടെ കാണും അതിൻ്റെ സ്വിച്ച്. ഈ ഫുൾ പാർട്ടിന് ഇതിന് പറയുന്നതാണ് ഡാഷ്ബോർഡ്. ഈ ഫുൾ എ പില്ലർ, റൈറ്റ് സൈഡിൽ നിന്ന് എ പില്ലറിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് വരെ കിടക്കുന്ന എ പില്ലറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് ഭാഗത്തിനാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്ന സെൻറ്റർ കൺസോൾ, ഇത് RPM മീറ്ററാണ്. ഇത് രണ്ടാമത്തേത് സ്പീഡോമീറ്റർ. മുകളിൽ കാണുന്നതായിരുന്നു ഡാഷ്ബോർഡ്. ഇത് RPM മീറ്ററും സ്പീഡോമീറ്ററുമാണ്. ചിലതിൽ ഡിജിറ്റൽ ആയിരിക്കാം. എന്തായാലും മെയിനായിട്ട് RPM മീറ്ററും സ്പീഡോമീറ്ററും ആണ് ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട്, ഈ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ ഈ കാണിക്കുന്ന പാർട്ട്. ഇനി അടുത്ത പാർട്ട് ഇതിന് പറയുന്നത് ഗ്ലവ് ബോക്സ് എന്നാണ്. ഇതിൽ വണ്ടിയിലെ പേപ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ചില ഹൈ എൻഡ് വണ്ടിയിൽ AC-യുടെ ഒരു വെൻറ്റ് ഇതിനകത്തോട്ട് കാണും. അപ്പോൾ അതിന് പറയുന്നത് കൂൾഡ് ഗ്ലവ് ബോക്സ് എന്നാണ്. അപ്പോൾ അതിലോട്ട് തണുത്ത കാറ്റ് പോവും, അത് വെക്കുന്ന സാധനം തണുത്തിരിക്കും, അതിനാണ് കൂൾഡ് ഗ്ലവ് ബോക്സ്. ഈ കാണിച്ച ടിക്കറ്റ് ഹോൾഡറാണ്. സൺവൈസറിൻ്റെ മേളിൽ ചെറിയൊരു ക്ലിപ്പ് പോലെ കാണും. അപ്പോൾ അവിടെ എന്തെങ്കിലും ടിക്കറ്റ് അങ്ങനെ ടോളിൻ്റെ റെസിപ്റ്റ് വല്ലതും വെക്കണമെങ്കിൽ അതിന് ടിക്കറ്റ് ഹോൾഡർ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതെല്ലാം ഓരോ ടേംസാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത പാർട്ട് ഈ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ ഗ്ലാസ്, മുമ്പിൽ കാണുന്ന ഗ്ലാസ്സിനാണ് വിൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത്. വിൻഡ് സ്ക്രീൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അതിനെ വിൻഡ് ഷീൽഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ അതാണ് വിൻഡ് സ്ക്രീൻ അല്ലെങ്കിൽ വിൻഡ് ഷീൽഡ്. അപ്പം ഇതായിരുന്നു മെയിനായിട്ടുള്ള ഓരോ പാർട്ട്. അപ്പം ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിന്യൂ